എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഓണക്കാലത്ത് ന്യൂസ് മലയാളത്തോടൊപ്പം ഉള്ളത് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം.പി. റഹീം സാറും അദ്ദേഹത്തിന്റെ കുടുംബമാണ്. അതൊരു സർപ്രൈസ് ഉണ്ടോ ആ ഒരു കാര്യത്തിൽ? അത് ഭയങ്കര പൊയറ്റിക്കാണ്, ഗംഭീരാണത്. ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ശൈലി പൊളിക്കണമെന്നാണ്. ആ ഉത്തരത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. നമസ്കാരം. ശരിക്കും ആള് എന്തോ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്, അതിൽ തന്നെ തുടങ്ങാം. ഒരാള് ഇന്നിപ്പോ സ്ഥലത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതൊരു സർപ്രൈസ് ഉണ്ടോ ആ ഒരു കാര്യത്തിൽ? എവിടെയാണ് പോയതെന്നുള്ളതില്? അവന് നമ്മുടെ ഇപ്പൊ 10 വയസ്സാണ്, ഗുൽമോഹർ, ഞങ്ങളുടെ മൂത്ത മകൻ. അവന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലാണ്, തമിഴ് പടമാണ്. ആൾക്ക് നമ്മളൊക്കെ അറിയോ? അതോ തമിഴ് സിനിമയുടെ ആരാധകനാണ്. പക്ഷെ ഇപ്പൊ വിക്രമിന്റെ കൂടെയാണ്, ചിയാ വിക്രമിന്റെ പുതിയ പടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റോളുണ്ട്. അപ്പൊ അത് 2 ഷെഡ്യൂൾ നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പൊ അടുത്ത ഷെഡ്യൂള് ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പുലർച്ചെ ഇവിടെ നിന്ന് വിട്ടുവാണ്. കുട്ടികളുടെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ഭയങ്കര കൗതുകമുള്ളൊരു പേരാണ് രണ്ടുപേരുടെ. ഗുൽമോഹർ എന്റെ സംഭാവനയാണ്, ഗുൽനാർ അമൃതയുടെ കണ്ടെത്തലാണ് ആ പേര്. ഗുൽമോഹർ ഈ കുഞ്ഞ് ഒരു സെക്കുലർ നെയിം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ മനോഹരമായ ഒരു പേര് വേണം. അപ്പോൾ പെട്ടെന്ന് ആ പേരിലൂടെ പെട്ടെന്ന് ഒരു റിലീജിയന്റെ ഐഡന്റിറ്റി വരണ്ട എന്ന് കരുതി. ജെൻഡറും അങ്ങനെ ഐഡന്റിഫൈ, ജെൻഡർ മാത്രം കണ്ട് ജെൻഡറാണെന്ന്. അപ്പോൾ ഗുൽമോഹർ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞത്. അങ്ങനെ നിരവധി പേരുകളുണ്ടായിരുന്നു. ആണാണെങ്കിൽ ഏത്, പെൺകുട്ടി ഏതാണെങ്കിൽ ഏതെന്നൊക്കെ ഇങ്ങനെ കരുതി വെച്ചിരുന്നു. അങ്ങനെ വന്ന പേരാണ് ഗുൽമോഹർ. ഗുൽമോഹർ ഒന്ന് ആ പൂവിനോട് ഭയങ്കരമായ താല്പര്യമാണ് എനിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുൽമോഹറാണ്. ഗുൽമോഹർ പൂത്ത് നിൽക്കുന്ന വഴികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വൈബാണ്. പൊതുവെ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു വെള്ളയൊക്കെ ഇട്ടിട്ട് വരുന്ന ആളുകളാണ്. പക്ഷേ ഇതിപ്പോ ഡിവൈഎഫ്ഐയുടെ കാര്യങ്ങളൊക്കെ പറയുന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ അത് പറയുമ്പോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് നീലയില് ചെറിയ ചെറിയ വെള്ള പൂക്കളൊക്കെ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിക്കും കാരണം ഇപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് അത് CPIM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, എല്ലാവരും അല്ലെ ഒരു പ്രസ് മീറ്റിന് വരുമ്പോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വരുമ്പോ ഈ വെള്ളയാണ് അവരുടെ വേഷം. പക്ഷെ എന്തുകൊണ്ടാണ് ആ വെള്ള വസ്ത്രത്തിനോട് ഒരു അകൽച്ച? വെള്ള വസ്ത്രത്തോട് അകൽച്ചയൊന്നുമില്ല, ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ശൈലി പൊളിക്കണമെന്നാണ് കുറച്ച് സ്റ്റൈൽ ആയിരിക്കണം. അതെ, നമ്മള് ജനങ്ങളോടും നമ്മൾ ഇടപെടുന്ന ആളുകളുടെയും വേഷം നമ്മളെപ്പോഴും സ്വീകരിക്കുന്നത് നല്ലതാണ്. അതാണ് ഇപ്പൊ ജനങ്ങളോട് കൂടുതൽ, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുക, ജനങ്ങളോട് അടുത്തിടപെടുക എന്ന് പറയുന്ന അർത്ഥം അവരിൽ നിന്നും വേറെ വ്യത്യസ്തമായ ഒരു പ്രത്യേക യൂണിഫോം ധരിച്ച് മാറി നിൽക്കലല്ല. അതല്ല യൂണിഫോം സർവീസ് എന്ന് പറയുന്നത്, പോലീസുകാരൊക്കെ പ്രത്യേക, പട്ടാളക്കാർക്ക് പ്രത്യേക വേഷം ധരിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വേഷമാണല്ലോ. അതുപോലെ ഒരു പ്രൊഫഷണല്ല പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു യൂണിഫോമിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ കോൺസെപ്റ്റ്. ഈ ശ്രദ്ധിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഇട്ടിട്ട് വരുന്ന വസ്ത്രങ്ങളാണെങ്കിലും തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് അതിന്റെ മുഴുവൻ പേറ്റന്റ് ഇവിടെയാണ്. എന്റെ ഈ വസ്ത്രത്തിന്റെ കാര്യത്തില് അയാളുടെ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ നന്നായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിന്, അതിന്റെ കളറ് എല്ലാം നോക്കുന്നതില് അമൃതയ്ക്ക് നിർണായക റോളുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്തെല്ലാം ക്രെഡിറ്റ് ഉണ്ടോ അത് അവൾക്ക് കുറച്ച് അവൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് ഇപ്പൊ ഈ വെള്ളയും പറഞ്ഞോണ്ട്, വെള്ള ശരിക്കും നല്ല ഏത് ഒക്കേഷനിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയ ഡ്രസ്സാണ് വൈറ്റ് എന്ന് പറയുന്നത്. പൊതുവിൽ നമ്മൾ കാണുന്ന പൊളിറ്റീഷ്യൻസിനും ഏത് രാഷ്ട്രീയക്കാരും കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളയായിരിക്കും. പക്ഷേ പൊതുജനം, ഇപ്പൊ നമ്മള് സാധാരണ മനുഷ്യര് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെല്ലാം പല നിറത്തിലുള്ളതും അങ്ങനെയല്ലേ ഇടപെടുന്നത്. അപ്പൊ ഇവര് മാത്രം ഇങ്ങനെ വെള്ള ഇടുമ്പോൾ ഒരു മാറി നിൽക്കുന്ന ഒരു സെഗ്മെന്റൈസ് ചെയ്ത ഒരു പ്രത്യേക ഒരു സെക്ടർ എന്നൊരു ഫീൽ അല്ലേ.
അപ്പൊ അത് വരുന്നത് കൂടുതൽ എങ്ങനെയാണ്, നമുക്ക് നമ്മളിൽ ഒരാളാണെന്നല്ലേ തോന്നേണ്ടത്. തോന്നേണ്ടത്, അതെ. ഒരാളെ കണ്ടാൽ ഇത് നമ്മളിൽ ഒരാളാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അപ്രോച്ചബിൾ എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ നിറങ്ങൾ എന്ന് പറയുന്നത്, നിറങ്ങളുള്ളതല്ലേ ഒരാളെ കണ്ടത് തോന്നുന്ന സന്തോഷമല്ലേ. അതെ. ഒരു സന്തോഷത്തിന് എപ്പോഴും നിറങ്ങൾ കാണുന്നത് സന്തോഷമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചിലപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പുറത്തു പോകുമ്പോ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും മുഖം കാണിക്കുന്നതാണെന്ന് ഇപ്പൊ രാഷ്ട്രീയക്കാരെ എല്ലാ സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. പക്ഷെ എവിടെയോ വെച്ച് ആരോ ഇങ്ങനെ സീരിയൽ ആക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചെന്ന് കേട്ടു. അത് സീരിയൽ ആക്ടർ, അത് ആൾക്കാർ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതേ ടിവിയിൽ കണ്ട ആള് എന്ന നിലയിലാണ് പെട്ടെന്ന് കണക്ട് ആവുന്നത്. അത് വിഷ്വൽ മീഡിയയുടെ വലിയ ഇമ്പാക്റ്റ് ആണത്. ഞങ്ങളൊരു ദിവസം എടുത്ത് വന്നപ്പോഴാണ് ഒരു പാവ ചേച്ചി കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ ചൂഴ്ന്ന് നോക്കുന്നുണ്ട്, ഇത് ആരാണ്, അടുത്തോട്ട് വന്ന് സംസാരിക്കാനൊക്കെ അറച്ചറച്ച് നിന്നിട്ട് വന്നു. പതുക്കെ വന്ന് അമൃതയോട് ചോദിച്ചു, അത് സാർ ഏത് സീരിയലാണ്? എന്തായിരുന്നു മറുപടി? എന്നിട്ട് അപ്പൊ ഞാൻ അമ്മ സീരിയലിലല്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എവിടെ മോളെ, ഏതിലോ എവിടെയോ ഉണ്ട്, ഞാൻ സീരിയലല്ലേ സിനിമയിലാണ്. ഞാൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ കാണുന്ന സിനിമയിലേക്കുള്ള സീരിയലുകളാണ്. ടി വി ആണല്ലോ. ഞങ്ങള് കൂടുതലും ആളുകളെ പരിചയപ്പെടുകയും ആളുകൾ ഞങ്ങളെ പരിചയപ്പെടുകയും ചെയ്ത് കേൾക്കുന്നത് കാണുന്നത് സ്വീകരണ മുറികളിലാണല്ലോ. അതെ. അപ്പൊ അത് ടി വിയാണ് പ്രധാനപ്പെട്ട. പിന്നെ ഇന്നിപ്പോ ഉറപ്പായും ഡിജിറ്റൽ മീഡിയ, ടി വിയിൽ വരുന്നതാണല്ലോ പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. ഇത് ഈ ടിവിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ശരിക്കും മാധ്യമപ്രവർത്തനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതിൽ നിന്ന് തുടങ്ങിയ ഒരു ഞാൻ വ്യക്തിയാണ്. മാത്രമല്ല ഇയാളും രണ്ടുപേരും. അതായത് ഞാന് കൈരളി ടി വിയില് ന്യൂസ് ചാനൽ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ ഞാൻ ജേർണലിസം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി പോകുന്ന സമയത്തിലാണ് കൈരളി ടി വിയുടെ ന്യൂസ് ചാനൽ സംരംഭം വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബാച്ചിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് കിട്ടി. കുറേ നാൾ ആ പണിയെടുത്തു, റിപ്പോർട്ടർ പണിയെടുത്തു. പിന്നീട് നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് കടന്നു. അത് മീനിനെ പിടിച്ച് കരയിലിട്ടതുപോലെ ആയിരുന്നു ആ കാലം എനിക്ക്. ഈ സാധാരണക്കാരോട് ഭയങ്കരമായിട്ട് ഇടപെട്ട് മാറേണ്ടതായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരുപാട് മനസ്സിൽ തട്ടിയിട്ടുള്ളതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അത് ഒരുപാട് നാള് മനസ്സിൽ തട്ടി കിടക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിലൂടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ വീടിനടുത്ത്, എൻ്റെ വീട് വളരെ സാധാരണക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വീട് ജപ്തി ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്. സാധാരണ കുറച്ച് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കേട്ടോ, വളരെ ദരിദ്രരായ ആളുകളാണ്. അപ്പം ഞാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പോലീസും കോടതിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് സംഗതി തിരക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ രണ്ട് സ്ത്രീകളാണുള്ളത്. ഇവരുടെ ഒരു ബന്ധു ഇവരിൽ നിന്ന് വന്നിട്ട് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോയി അയാൾ കുറേ പൈസ എടുത്തതാണ്. ഏത് ഒരു പലിശക്കാരിൽ നിന്ന്. ആ പലിശക്കാരൻ്റെ വിലയാധാരം എഴുതി കൊടുത്താണ് അവർ അന്ന് ഒപ്പിട്ട് കൊടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ പാവങ്ങളെ കൊണ്ട് പോകും. പിന്നെ അങ്ങനെ വളരെ ശക്തമായിട്ട് ഇടപെട്ട് ജപ്തി നടപടി നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല, ശക്തമായിട്ട് ഇടപെട്ടു. അവരതിന് ശേഷം ആ നടപടി നിർത്തിവെച്ചു. പിന്നീട് കോടതിയിൽ നിയമസഹായം ഞങ്ങൾ അവർക്ക് കൊടുത്തു, ലീഗൽ ഫൈറ്റിലേക്ക് പോയി. ഈ തട്ടിച്ചു കൊണ്ടുപോയ ആളെ ഞങ്ങൾ പിന്നെ വിളിച്ചു വരുത്തി, അയാളെ കർശനമായി അയാളോട് പറഞ്ഞിട്ട് പണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ പ്രോസസ്സിൽ ഇടപെട്ടപ്പോൾ നമ്മളൊരു പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കരുത്തിലാണല്ലോ. അത് കേട്ടപ്പോൾ ഇടപെടണമെന്ന് തോന്നിയൊരു കാര്യം. രണ്ടാമതൊന്ന് അതിൽ ഇടപെട്ടപ്പോൾ റിസൾട്ട് ഉണ്ടായൊരു കാര്യം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ അവരുടെ നിറയുന്ന കണ്ണുകൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളുണ്ട്. മാധ്യമപ്രവർത്തനമായിരിക്കുമ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുഷാര പിന്നെ കണ്ടിട്ടില്ല അവരെ. ഞങ്ങളിങ്ങനെ വേറൊരു സ്റ്റോറി കവർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധയപ്പെട്ടത് എൻ്റെ ആയിരുന്നില്ല. ആദ്യം ശ്രദ്ധയപ്പെട്ടത് ഞാൻ കണ്ടെങ്കിലും അതിനൊരു ഹുക്ക്, ഒരു സംശയം തോന്നിയത് ജെയിംസ് പൂമുട്ടിൽ എന്ന് പറയുന്ന ക്യാമറാമാൻ. പിന്നീട് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലോ മറ്റോ ആണ്, അദ്ദേഹം ഇവിടെ ഇല്ല, അന്ന് കേരളയിലുണ്ടായിരുന്നു, സീനിയർ ക്യാമറാമാനായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് ആ കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് നോക്കാൻ പറയാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഈ കുഞ്ഞ് ഉണ്ട്, കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ട്. അവ പറഞ്ഞു അല്ല കുപ്പിപ്പാൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കുപ്പിപ്പാലാണ് കുടിക്കുന്നത്. പറഞ്ഞു ഒരിക്കലും ഈ നാടോടികളുടെ കുട്ടികൾ കുപ്പിപ്പാൽ കുടിക്കില്ല. ഇതായിരുന്നു ക്യാമറാമാൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ അതിൽ പിടിച്ച് പിന്നെ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ശരിയാണ്. പിന്നെ പതുക്കെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു, സ്റ്റോറി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ആ സ്റ്റോറിയിലേക്ക് പോയായിരുന്നു. അന്ന് എബ്രഹാം മാത്യു ആയിരുന്നു എൻ്റെ ബ്യൂറോ ചീഫ്. ഞാൻ ഈ സ്റ്റോറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്തു.
ആ സ്റ്റോറി അന്ന് സമകാലികം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. KB വേണുവിന്റെ പീപ്പിളിലായിരുന്നു കൈരളി പീപ്പിൾ TV തുടങ്ങി കൈരളിയിലായിരുന്നു അന്ന് ഈ KB വേണുവിന്റെ പരിപാടി. വലിയ പ്രധാനപ്പെട്ട ഒരു റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അതിലൊക്കെ പോയി സ്റ്റോറി ചെയ്ത് മണിക്കൂറുകൾക്കകം അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി. അഭയ ആ കുട്ടിയെ ഏറ്റെടുത്തു, തിരഞ്ഞെടുത്തു. സ്റ്റോറി അന്ന് കൈരളിയുടെ രാത്രി 10:30 മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട ബുള്ളറ്റിനുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ബുള്ളറ്റിൻ, പ്രൈം ബുള്ളറ്റിൻ. ആ ബുള്ളറ്റിനിലെ ഒരു ചെറിയ വോയിസ് ഓവർ സ്റ്റോറി ആയിട്ട് പോയി തൊട്ടടുത്ത 11 മണിക്കോടുകൂടി ഉള്ള അടുത്ത ബുള്ളറ്റിനിൽ ഞങ്ങൾ ഇതിന്റെ ഇമ്പാക്ട് അപ്ഡേറ്റ് ചെയ്തു. പിന്നീട് അതിന്റെ ഫോളോ അപ്പ് സ്റ്റോറി ചെയ്തു, ഇവരെ തിരിച്ചവിടെ എത്തിക്കുന്നത് വരെയുള്ള ഒരു സ്റ്റോറി. കുട്ടിയുടെ ഭർത്താവ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്ന് ചികിത്സയിലായിരുന്നു. പിന്നെ തിരിച്ച് അഭയയുടെ സഹായത്തോടെ ഒരു ദിവസം വരെ അവിടെ താമസിച്ചു. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റുന്ന നിലയുണ്ടായി. നല്ല ഒരു ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് മുഖങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർത്തുന്നേ ഉള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ഇടപെടുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കുറച്ചു നാട് വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് കേട്ടിട്ടുണ്ട്. അവിടെ പോയി ഏതെങ്കിലും കേസൊക്കെ വാദിക്കുന്നുണ്ട്? ഇല്ല അങ്ങനെ പോയിട്ടില്ല. അത് ജൂനിയറായിട്ട് കോടതിയിൽ തന്നെ ആയിരുന്നു വിവിധ കേസുകളെ. അല്ല, ഈ തീപ്പൊരി പ്രസംഗമൊക്കെ അവിടെ നിന്നാണോ ഈ ഒരു അല്ല പ്രസംഗത്തിൽ നിന്നാണ്. പിന്നെ ഇപ്പോഴും എൻ്റെ ഒരു പാഷൻ, അമൃത എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതിൽ പാഷനാണ് എന്നെ കൊണ്ട് സാധിക്കുന്നുള്ളത്. വളരെ പാഷനേറ്റ് ആണ് ഞാൻ. പാഷനേറ്റ് ആണെന്ന് ചില കേസുകൾ നമുക്ക് അനലൈസ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് പെട്ടെന്ന് ലോജിക്കലി കണക്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു സ്കില്ല്. അഡ്വക്കസി പക്ക സ്കില്ലുള്ള ഒരു കാര്യമല്ലേ. ആ സ്കില്ല് വളരെ നല്ലതായിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എപ്പോഴെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തത് ഒരു ഫുൾ പ്രൊഫഷനായിട്ട് എടുത്താൽ നന്നായി ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതിലാണ് നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ചിലതിൽ നമുക്ക് കുറെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്താലും അതിനകത്തൊരു നന്മയും മനുഷ്യത്വം കൊണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു ക്ലീശേ ചോദ്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ ഓണം? രാഷ്ട്രീയക്കാരന്റെ ഓണം കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അതൊന്നുമില്ല, എല്ലാ ദിവസത്തെയും പോലെ മിനിമം 2 പരിപാടിയെങ്കിലും ഉണ്ടാവും. ഫാമിലിക്കൊപ്പം ഓണം, പെരുന്നാള്, ക്രിസ്മസ് ഈ ദിവസങ്ങളിൽ പരമാവധി ഭക്ഷണം കഴിക്കാനെങ്കിലും ഒരുമിച്ച് വരാൻ. പക്ഷേ എങ്കിലും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ചില കാര്യങ്ങൾ വന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഉത്രാടത്തിൻ്റെ ഒരു പരിപാടി, ഉത്രാടത്തിന് ഓണം അങ്ങനെ ഒരു പരിപാടിയും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ ഉത്രാടത്തിന് ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരിടത്ത് പോകാൻ ഡേറ്റ് കൊടുത്ത അല്പം മുമ്പ് ഒരു ഫോൺ കൂടെ വന്നത്. ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്താണ്. പിന്നെ ചില സംഭവങ്ങൾ ഉണ്ടായാലും ഇൻസിഡൻസ് ഉണ്ടായാലും ഒക്കെ നമ്മൾ അതിനോട് എൻഗേജ് ചെയ്യേണ്ടി വരുമല്ലോ. ഓണമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അവധി, രാഷ്ട്രീയക്കാരന് അങ്ങനെ അവധിയില്ലല്ലോ. എപ്പോഴും ഒരു പ്രശ്നം അപ്പൊ ഇറങ്ങി. അതെ, രാത്രി ആയാലും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാര്യ കിട്ടിയത് അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ റിലേഷൻഷിപ്പിലിരുന്ന സമയത്തെ എന്തുകൊണ്ടൊരു, കാരണം ഇപ്പൊ രണ്ടുപേരും പറഞ്ഞായിരുന്നു ഇങ്ങനെ മീഡിയയിൽ വർക്ക് ചെയ്യേണ്ടി വന്നത് നേരത്തെ വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു പറഞ്ഞു. ശരിക്കും നമ്മളുടെ ഒക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ്, മീഡിയ അതൊന്നും ആളുകൾക്ക് ജോലിയേ അല്ല. അതിനൊരു പ്രൊഫഷൻ ആയിട്ട് ആളുകൾ തിരിച്ചറിയുകയില്ല. അതെന്താന്ന് വെച്ചാൽ അവരുമായിട്ട് പൊതുജനങ്ങൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ അടുത്ത് കാണുന്നില്ലല്ലോ. ഇവരുടെ ആരുടെയും ജീവിതം വളരെ അടുത്തോട്ട് വരുമ്പോഴല്ലേ അറിയുള്ളൂ ഇവർ എത്ര സമയം ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ ജേർണലിസ്റ്റ് ആണെങ്കിലും രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ഒരിക്കലും സമയം വെക്കാൻ പാടില്ല. ഫുൾ ടൈം അതൊരു സേവന രംഗമല്ലേ. അമൃതയ്ക്ക് ഒരു SFI ആയിരുന്നത് കൊണ്ടും രാഷ്ട്രീയമായൊരു അങ്ങനെ ഒരു വഴിയിലൂടെ വന്നതുകൊണ്ടും അതിൽ ഞാൻ കൂടുതലും ജനങ്ങളുടെ പക്ഷത്ത്. അതില് ഫാമിലി, അതുകൊണ്ട് ഫാമിലി വേണ്ടെന്നല്ല, ഈ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു വളരുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് വീടാണ്. അത് വേണം, അതിന്റെ റെസ്പോൺസിബിലിറ്റീസും അതിന്റെ കൂട്ടായ്മയൊക്കെ വേണം. പക്ഷെ എന്നാലും അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം മനസ്സിലാക്കാനുള്ളൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങളുടെയും അവരുടെ വൈഫിന്റെയും കാര്യം വരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നല്ല തിരക്കൊക്കെയാണ്, അത് ഓണമാകട്ടെ എങ്ങനെയായാലും കിട്ടുന്ന സമയത്ത് സിനിമയ്ക്ക് പോകും, യാത്ര പോകും, അല്ലെങ്കിൽ എൻ്റെ തന്നെ യാത്രകളിൽ നമ്മൾ ഒരുമിച്ച് അങ്ങ് സഞ്ചരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് അങ്ങ് കുറേയൊക്കെ ബാലൻസ് ചെയ്യും പറ്റും. എനിക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം, ഇത് ഈ റൗണ്ടിന് ന്യൂക്ലിയസിന് പുറത്തുള്ളൊരു റൗണ്ട് ഉണ്ടല്ലോ, ബന്ധുവലയം എന്ന് പറയാറുണ്ട്, അവരിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ, എനിക്ക് തോന്നുന്ന ഒരു വലിയ, നമ്മുടെ ഈ ന്യൂക്ലിയസിന് തൊട്ട് വെളിയിലുള്ളൊരു ലെയറിലേക്ക് പോലും നമുക്ക് കസിൻസ് എൻഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി വരാറുണ്ട്.
അതെനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കില്ല അത് ഒട്ടുമിക്ക ഒട്ടുമിക്ക എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി. എപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യാറുണ്ട് ആ കാര്യത്തിൽ. പലപ്പോഴും പോകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രമേ അവരുടെ വീടുകളിലൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ, നമുക്ക് അല്ലാതെ തന്നെ പോകേണ്ടതല്ലേ എന്നുള്ളൊരു കുറ്റബോധം പലപ്പോഴും എന്നെ. ഉം. ശരിക്കും നമുക്കൊരു കൗതുകമുണ്ട് ഈ ചാനലിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാർ, പല പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാർ തമ്മിൽ അടിയിടി ഉണ്ടെന്നും ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ശരിക്കും ഈ ഒരു റിയൽ ലൈഫിലേക്ക് വരാൻ നേരത്ത് ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കെ സുധാകരൻ, വി ഡി സതീശൻ, അങ്ങനെ പല ആളുകളായിട്ട് നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. എന്നാൽ പോലും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഒരു ആ ഒരു ഇത് എങ്ങനെയാണ്? അതെ, അതായത് ഞാൻ കണ്ടതും എൻ്റെ അറിവിലുള്ളതും എൻ്റെതുമായ അനുഭവം ഞാൻ പറയാം. നല്ല ഊഷ്മളമായ ബന്ധമാണ്. ആണല്ലേ? അങ്ങനെ ആയിരിക്കണം. അത് കൂടുതൽ പോസിറ്റീവായ പ്രൊഡക്റ്റീവായ ബന്ധമായി വളരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലെന്തിനാണ് നമ്മൾ മടിക്കുന്നത്? എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അതിലെനിക്ക് ദൃഢതയുണ്ടെങ്കിൽ, ഒരു എതിരാളിയുമായി സൗഹൃദം പങ്കുവെക്കുന്നതിൽ ഞാൻ എന്തിനു മടിക്കണം? ഞാൻ എൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. അയാളുമായി എത്ര നല്ല വ്യക്തിബന്ധം എനിക്കുണ്ടായാലും എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു പോറലേൽപ്പിക്കാൻ ഈ വ്യക്തിബന്ധത്തിന് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടാകണം. ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ആ ഉറപ്പ് എനിക്കുണ്ട്. അതായത് ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവാം, പക്ഷെ അതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം വെക്കുന്നതിന്റെ ആവശ്യം പാടില്ല, ഒരിക്കലും പാടില്ല. നല്ല പരസ്പരം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ നമ്മൾ പരസ്പരം ചൊരിഞ്ഞിരിക്കും, ഏറ്റുമുട്ടിയിരിക്കും. ഇങ്ങോട്ടായിരിക്കാം, അങ്ങോട്ടായിരിക്കാം. പക്ഷെ അതേസമയം തന്നെ അതിന്റെ റിസൾട്ട് ജനം തീരുമാനിച്ചോട്ടെ. എന്നാൽ വ്യക്തിപരമായ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒരിക്കലും നമുക്ക് അകന്നു പോകാൻ പാടില്ല. എല്ലാ തരത്തിലും ഉണ്ടാകണം. നമ്മുടെ മുതിർന്ന ഒരുപാട് നേതാക്കന്മാർക്ക് അത്തരത്തിലുള്ള നല്ല ഊഷ്മളമായ സൗഹൃദത്തിന്റെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു. ഇനിയും പുതിയ തലമുറയ്ക്കിടയിൽ അത്തരം ഒരു കാര്യം, ഒരു ഹെൽത്തി പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം അങ്ങനെ രൂപപ്പെട്ട് വരേണ്ടതാണ്. സംവാദാത്മകമായിരിക്കണം രാഷ്ട്രീയം. എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിൽ ഇത്തിരി ഒരു ഇടിവ് വന്നിട്ടുണ്ട്. കാരണം ഞാനൊക്കെ അത് സോഷ്യൽ മീഡിയയുടെ ഒരു മോശപ്പെട്ട പ്രവണതകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് ചരിത്രവിരുദ്ധമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ വ്യത്യസ്ത സർവ്വമത സമ്മേളനം നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതി വെച്ച ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരുന്നത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് ഇവിടേക്ക് വരുന്നത്. സംവാദാത്മകമായിരിക്കണം എന്നുള്ളതാണ്. അതൊരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, രൂക്ഷമായി ഏറ്റുമുട്ടുന്നു. പക്ഷെ അതേസമയം വ്യക്തിപരമായ ഊഷ്മളതയും സൗഹൃദവും വെച്ചിട്ടും ഓണത്തിന്റെ തന്നെ സന്ദേശം അതല്ലേ, എല്ലാ മനുഷ്യരും ഒരുപോലെ എന്നല്ലേ സന്ദേശം. ഓണക്കാലത്തും ഇതുപോലുള്ള വെറുപ്പും വിദ്വേഷവും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടല്ലോ, അഭിപ്രായ ഭിന്നതകളുണ്ടല്ലോ. പക്ഷെ എങ്കിലും ഓണം എന്ന് പറയുന്ന സന്ദേശം എന്തിനായിരുന്നു ഓണം എന്ന് ചോദിച്ചാൽ, ഓണം മനുഷ്യരെ ഈ നന്മ ഓർമ്മിപ്പിക്കാനല്ലേ, നമ്മുടെ ലെഗസി അതല്ലേ, നമ്മുടെ പൈതൃക അതല്ലേ. അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അയ്യോ, ഭക്ഷണം, സിനിമ, രണ്ടുമാണ് രാഷ്ട്രീയം, പിന്നെ വായന, ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ഭക്ഷണം ഏറ്റവും നല്ല റെസിപ്പിയുള്ള സ്ഥലങ്ങൾ തേടി പോവുകയും ആസ്വദിച്ച് കഴിക്കുകയും. കോംപ്രമൈസ് ഇല്ലാത്ത പോലെ തന്നെ ഒരേ ഒരു കാര്യത്തിൽ കൂടെ ഉള്ളൂ ഇല്ലാത്തത്, അത് ഫുഡില്. രാഷ്ട്രീയത്തിലെ ഫുഡില് കോംപ്രമൈസ് ഇല്ല. ഫുഡ് എന്ന് പറയുന്നത് അതൊരു കൾച്ചറാണ്. നമ്മളൊരു യാത്ര പോകും, ആ യാത്ര പോകുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവിടുത്തെ കൾച്ചറാണ്, ഫുഡ് കൾച്ചറാണ്. ചില റെസിപ്പികൾ, ചില കൂട്ടുകൾ, അതെല്ലാം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അത് നമ്മള് കൾച്ചറൽ ടൂറിസത്തിന്റെ കൂടി ഭാഗമാണ്. ഭാഗമായി അതും കൂടി കഴിക്കുന്നു. ഇപ്പൊ എവിടെ പോയാലും ഒരേ ഫുഡ്, യൂണിവേഴ്സൽ ഫുഡ് മാത്രം കഴിക്കും. ഞാൻ വിചാരിക്കും ഈ നോർത്തിലൊക്കെ പോയിട്ട് കേരള ഹോട്ടലിൽ തേടി കണ്ടുപിടിക്കാൻ ഇവരെന്തിനാണ് അത് ഒരിക്കലും ചെയ്യാത്തൊരാൾ. അതായത് അവിടെ എന്താണോ ഉള്ളത് അത്. പക്ഷെ ഞാൻ തിരിച്ചാണ്, ഞാൻ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എന്നെ അത് സ്വാധീനിച്ച ഒരാളുണ്ട്. ഞാൻ എവിടെ പോയാലും മുമ്പ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫുഡുകൾ, ഏതെങ്കിലും ബ്രെഡ്, ജാം, ഇങ്ങനെയൊക്കെ ഒതുങ്ങുന്ന ആളായിരുന്നു. ഒറ്റ പേടിയായിരുന്നു, എനിക്ക് ഈ ഫുഡ് പിടിക്കുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ റഷ്യൻ യാത്രക്കിടയിൽ എൻ്റെ കൂടെ കോമ്രേഡ് നിതിൻ കണിച്ചേരി ഉണ്ടായിരുന്നു. നിതിൻ കണിച്ചേരി നല്ല യാത്രക്കാരനാണ്. നമ്മുടെ MP രാജേഷിൻ്റെ ഭാര്യ സഹോദരൻ, പാർട്ടി DYFL ഞങ്ങളുടെ സമകാലീനായിരുന്നു. പുള്ളി ഭയങ്കര യാത്രാപ്രിയനാണ്. പുള്ളിയും വൈഫ് കൂടെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് കാർ ഓടിച്ചു വരുന്ന ആളാണ്, കമ്മിറ്റി വിടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കാർ ഓടിച്ചെങ്കിൽ വരും, അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, റഷ്യയിലിങ്ങനെ ഞാനിങ്ങനെ അവിടുത്തെ ഫുഡ് അവോയ്ഡ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, ഇത് ശരിയായ രീതിയല്ല,
ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുള്ളിയുടേതാണ്. ആ കൾച്ചറും അവിടുത്തെ കാര്യവും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഫുഡ് കൂടി വേണ്ടേ? ആ ഫുഡ് അവിടുത്തെ കൾച്ചറിന്റെ ഭാഗമല്ലേ? അതെ. നിങ്ങൾക്ക് ഈ ഫുഡ് വേറെ എവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും? അതെ. അപ്പൊ ഞാൻ ചോദിച്ചു ശരിയാണല്ലോ, എന്നാ പിന്നെ ചെയ്തു തുടങ്ങാം. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ അതിനുശേഷം ഓക്കെ. ലോകത്തെവിടെ പോയാലും അവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി ആ ഭക്ഷണം അവിടുത്തെ എന്താണ് അവിടുത്തെ യൂണിക് ഫുഡ്, എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത, അത് കഴിക്കും. ചെന്നുടനെ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. ചോദിച്ച് മനസ്സിലാക്കും. എത്ര അപ്പൊ രസാണ്. എന്തായാലും ഇത്രയും നേരം നമ്മളുടെ കൂടെ Yes. ടൈം തരാൻ. അത് ന്യൂസ് മലയാളം 24/7 ആദ്യ ഓണമാണ്. അതെ അതെ. അപ്പോൾ ഒരുപാട് ഓണം ന്യൂസ് മലയാളം 24/7 ആഘോഷിക്കാൻ, മലയാളികൾക്കൊപ്പം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ. തമിഴ്നാട്ടിലെ വലിയ സക്സസ് സ്റ്റോറിക്ക് ശേഷമാണ് അതെ. നിങ്ങൾ നാട്ടിലേക്ക് നാട്ടിലേക്ക്, നാട്ടിലേക്ക്. മലയാള മണ്ണിലേക്ക് നന്നായി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ കൂടി ആശംസ. അതെ. അപ്പൊ അത് തന്നെ അങ്ങോട്ടും ഒരു ഹാപ്പി ഓണം. ഇനിയും മുമ്പോട്ട് ഇതുപോലെ തന്നെ നല്ല സിങ്ക് ആയിട്ട് സന്തോഷത്തോടെ ഒരുപാട് വർഷം മുമ്പോട്ട് പോട്ടെ. ഹാപ്പി ഓണം. Thank Thank you. you.